എല്ലാത്തിനെയും തുടക്കം ഇവിടുന്നാണ്. അതെ, രാവിലെ തന്നെ വീട്ടുകാരുടെ കൂടെ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുക. ദേ ഈ കാണുന്നതാണ് വിളക്കുമാടം ക്ഷേത്രം. സാക്ഷാൽ തിരുവാറന്മുളയപ്പൻ ആറന്മുളയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് വിളക്ക് കണ്ട് വിശ്രമിക്കാൻ കയറിയ സ്ഥലം. ഞങ്ങൾ എവിടെ ദൂരയാത്രയ്ക്ക് പോയാലും ഇവിടെ കാണിക്കിയിട്ടിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. നമ്മളിന്ന് പോകുന്നത് പ്രസിദ്ധമായ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അതെ, ഓണാട്ടുകരയുടെ പരദേവതയായ ചെട്ടികുളങ്ങര അമ്മ കുടികൊള്ളുന്ന പുണ്യസ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രഭാതത്തിൽ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും ദേവി ആരാധിക്കപ്പെടുന്നു. അങ്ങനെ ക്ഷേത്രക്കുളത്തിൽ ചെന്ന് കാലൊക്കെ നനച്ച് അമ്മയും കണ്ട് തൊഴുതിറങ്ങി. കൊടുങ്ങല്ലൂരമ്മയുടെ മകളായ ഭഗവതി ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഓണാട്ടുകരയിൽ കുടിയിരുത്തപ്പെട്ടതെന്നാണ് ഐതിഹ്യം. കുംഭമാസത്തിലെ ഭരണിനാളിൽ 13 കരക്കാർക്ക് ചേർന്ന് നടത്തുന്ന വിശ്വപ്രസിദ്ധമായ കെട്ടുകാഴ്ചയും കുത്തിയോട്ടവുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാംസ്കാരിക വിസ്മയം. അടുത്തതായി പോകുന്നത് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി കുടികൊള്ളുന്ന ആ പുണ്യഭൂമിയിലേക്കാണ്. ഇവിടുത്തെ ഐതിഹ്യമനുസരിച്ച് അക്കവൂർ മനയിലെ നമ്പൂതിരി പരിഹാസത്തോടെ ചൂണ്ടിക്കാണിച്ച കാളയെ പരബ്രഹ്മമായി കരുതി ആരാധിച്ച ചാത്തന്റെ നിഷ്കളങ്ക ഭക്തിയുടെ കഥയാണ് ഓച്ചിറയുടെ. ഭക്തിയിൽ പ്രീതനായ പരബ്രഹ്മം കാളയുടെ രൂപത്തിൽ ചാത്തന്റെ കൂടെ നടക്കുകയും ഇത് കണ്ട നമ്പൂതിരിയുടെ അഹങ്കാരം ശമിക്കുകയും ചെയ്തു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തിന് 4 ചുവരുകൾ വേണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇന്നും ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ലാതെ വിശാലമായ പടനിലത്ത് ആൽമരച്ചുവട്ടിൽ ആരാധന നടത്തുന്ന ഓച്ചിറ ക്ഷേത്രം പിറവിയെടുത്തത്. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയുക. പുതിയൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം.